എടാ മനുഷ്യനെ, നീ ഇവിടെ വാള് വെച്ചേ? ഞാൻ വാഷ് ബേസില്ല വാള് വെച്ചത്. നീ വെള്ളം അടിച്ച് വാള് വെച്ച കാര്യമല്ല, എന്റെ വാളം തിന്നു. അതാണോ? അത് ഇനിയിപ്പോ ഞാൻ തന്നെ നോക്കണം. ഇതായിരിക്കുന്നു. അവിടെ ഇരുന്നോട്ടെ. മണിയണ്ട, ഇനി പരിപാടി ബുക്ക് ചെയ്യുമ്പോ കമ്മിറ്റിക്കാരോട് പറഞ്ഞ് 2 കൈയും കൂടെ ബുക്ക് ചെയ്യും. എന്തിനാ? എനിക്ക് ചൊറിയാനാടേ. എടാ അതിന് നല്ല സോപ്പിട്ട് 2 നേരം കുളിച്ചാൽ മതി. അയ്യോ, 2 നേരം കുളിക്കുന്ന ഒരാളെ കണ്ടു. എനിക്ക് കുളിക്കാൻ വയ്യടേ. ഉണ്ടായിരിക്കും, നാടാൻ തുടങ്ങാറായി. പരമ കഷ്ടം. മാന്യരെ, കുറുക്കന്തറ ഗ്രാമം ഉത്സവ ലഹരിയിലാണ്. ഒരു നല്ല ചാകരക്കോള് കിട്ടിയ ലഹരിയിലാണ് ഞാനും എന്റെ ചങ്ങാതിമാരും. അനാഥയായ അമ്പിളി സനാഥയാവാൻ പോകുകയാണ്. ഒന്നുമില്ലെങ്കിൽ അയ്യപ്പന്റെ പ്രസംഗം തകർക്കയല്ല. അമ്പിളിയുടെ വിവാഹത്തിനായി പിരിഞ്ഞു കിട്ടിയ ഫണ്ട് ഇവിടെ വിതരണം ചെയ്യുകയാണ്. DD കൈമാറുന്നതിന് വേണ്ടി പ്രശസ്ത സിനിമ സീരിയൽ നടനായ അഷ്റഫ് ദിവാനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അമ്പിളിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, സീരിയലിലൂടെ എനിക്ക് നിറഞ്ഞ പ്രോത്സാഹനം തന്ന് എന്നെ വളർത്തിയ ഏവർക്കും എന്റെ പ്രണാമം. ഈ പ്രസംഗം എപ്പോ കഴിയും? വിശന്ന് ഊപ്പാട് വരണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മിറ്റിക്കാരോട് പറയാം, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റേജിൽ കയറാം. വേണ്ടടാ, ഇനിയിപ്പോ ഏതായാലും അഭിനയം കഴിഞ്ഞിട്ട് മതി. നിന്റെ അഭിനയം കണ്ട ആർക്കും ചാപ്പാട് കിട്ടില്ല, അതുകൊണ്ട് കഴിച്ചിട്ട് വേണമെങ്കിൽ കയറും. ഈ ഗ്രാമത്തിലെ ചുണക്കുട്ടികളായ മണികണ്ഠനോടും ഗോവിന്ദൻകുട്ടിയോടും മൈമുണ്ണിയോടുമൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അമ്പിളിക്ക് വേണ്ടിയുള്ള DD കൈമാറുന്നു. DD എടുക്കാൻ പോയാനെ കാണാനുമില്ലല്ലോ. DD എന്റെ കയ്യിലുണ്ടറിയാ. കാറ്റുകളയും. DD അല്ലടാ, DD. ഇന്നലെ കിട്ടിയ പൈസയില്ലേ? ഫുൾ ഔട്ട് ഓഫ് റേഞ്ച്. ഈശ്വരാ, കാത്തേക്കണേ. അയ്യപ്പൻ നമ്മുടെ മാനം കാത്തു. അതെ, അമ്പുണ്ട്, വില്ലില്ല. നീ വില്ല് എവിടെ പോയി കണ്ടുപിടിക്കും? ഈ പൊത്തിനകത്ത് ഞാൻ കാണുമോ? വൃത്തിയിട്ടവനെ, ഞാൻ നടിയല്ലടാ, തലക്കൽ ചന്തുവാടാ. തെറ്റായിക്കൂടെ കൈയിട്ട് ചന്തക്ക് പിടിക്കുന്നത്. ഇവിടാണ് കരുതാന്നേ. അട കഴിഞ്ഞിട്ടുള്ള മാനാക്ഷത്തിന് കേസ് കൊടുക്കാം. തെണ്ടികള് അലും പേരിയാണ്, അവരവർ തന്നെ മാനം കാത്തോളണം. എടാ മണികണ്ട, അതെ സമ്മേളനം കഴിഞ്ഞു, കളി തുടങ്ങാറായി. ചേച്ചി, അതിൽ എത്ര രൂപയുണ്ട്? അറിയില്ല, അങ്ങോട്ട് കൊടുക്കുവാണ്. ഇത് വെറും പേപ്പറല്ലോ. അയ്യോ, ഇത് വെറും കടലാസാണല്ലോ. ഈശ്വര, പറ്റിച്ചല്ലോ. ഇതിലൊന്നും എഴുതിയിട്ടില്ല, വെറും കടലാസ്. അയ്യോ, എന്താ ഇത്? ഏവരും ഒച്ചയും കൂക്കുവിളിയുമില്ലാതെ നിശബ്ദരായിരിക്കുവാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. പഴശ്ശിത്തമ്പുരാൻ ഉടനെ ആരംഭിക്കുന്നതാണ്. അയ്യപ്പനത് എന്തൊക്കെ പറയുന്നു? ഞാൻ ഉമ്മളരായിട്ടായിരിക്കല്ലേ? പിന്നെ തരും. നാശം, എന്റെ ഒരു ഗതികേട്. അപ്പനും അമ്മയും പൂത്തോല് കിടന്നുറങ്ങാം. ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ അലക്കേടാ. ഇല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച എന്നാ പറ്റിയെന്ന് വെച്ചാ അന്നും. അമ്മച്ചോട് ഇവിടെ വിറക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തിട്ടില്ല. ഇനി വിറക് കൊണ്ടുവരണം, മാറ്റി ഇടണം, പ്രോജക്റ്റ് എഴുതണം, ക്ലാസ്സിൽ പോണം. എന്റെ ഒരു നീ ഒന്ന് എണീറ്റേ. നമ്മുടെ മോളുടെ ഓളിയല്ലേ ആ കേട്ട്? ഓളിയോ?
ഞാനൊന്നും കേട്ടില്ല. എണീറ്റ് വന്നേ, നമുക്കൊന്ന് നോക്കാം. എന്റെ നൈറ്റി ആദ്യം ആ നൈറ്റി ഉടുത്ത മനുഷ്യ, ആളുകൾ കാണണ്ട. എന്റെ ലുങ്കി നീ ഉടുത്തിരിക്കും, അത് ഞാൻ ഉടുത്ത. അതങ്ങ് താ മനുഷ്യ. ഒന്നും പറഞ്ഞു വെക്കാൻ നേരമില്ല. മോളെ മോളെ കവിതേ, സർ, ഈ മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കണം. എന്തേ അത്യാവശ്യമായി ഇഞ്ചക്ഷൻ വേണം. ഈ മരുന്ന് ഉടനെ വാങ്ങണം. നമ്മള് കാരണമല്ല ആശാന്റെ മൂക്കി എത്തിയത്. അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നീ പോയി മരുന്നടിച്ചേച്ചു വാ. അല്ല, മരുന്ന് മേടിച്ചോണ്ട് വാ, ഞങ്ങള് മുകളിലേക്ക് വാ. പെട്ടെന്നല്ലേ, വേഗം വാ. ഞങ്ങൾ ആശാന്റെ കയ്യിരിക്കുന്ന വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. എന്താ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്? ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരും മാറിക്കോ. നീ പോലെ ഇതിലുള്ള മരുന്നൊക്കെ എടുത്തു വെച്ചേ. ഞാനപ്പോഴേക്കും ബോംബ് ചെക്ക് ചെയ്തേ. ഇവിടെ പിടിച്ചു. ഓടിക്കോ. ആശാനെ, എഴുതിയ മരുന്ന് മുഴുവനുണ്ട്. അതെ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊണ്ടുവരാം. ഇപ്പഴാ സമാധാനം ഏത്? നീ ബില്ല് കൊടുത്താലേ എനിക്ക് സമാധാനാവും. അതൊന്നും നീ പേടിക്കണ്ട. എന്നാ കൊടുത്ത ഇത് കണ്ട ചതിച്ചടാ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാശാണെന്ന് കരുതി എടുത്തത് ഇതായി പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? മാനേജർ ഇത് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഒരു വഴിയുണ്ട്. ചേട്ടന്മാരെ കിട്ടിയപ്പോ സന്തോഷായില്ലേ എന്റെ കുട്ടിക്ക്? അപ്പന്റെ ശിഷ്യന്മാരല്ലേ, നല്ലവരാ. അവർക്ക് നമ്മളെ ജീവനാ. അതാടി നാടകത്തിന്റെ ഗുണം. നിനക്കറിയോ, അഭിനേതാക്കളെന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവങ്ങളാ. ഓരോ കഥാപാത്രങ്ങളും ഓരോ അവതാരങ്ങളാ, ദൈവത്തിന്റെ അവതാരങ്ങള്. എല്ലാത്തിനും അവസാന വിജയം നന്മയ്ക്ക് മാത്രമായിരിക്കും. അപ്പച്ചൻ വീണ്ടും അതേ മോളെ, വിടരുന്നതിനു മുമ്പേ വിട മോളെ, സംഗതി പോരല്ലേ? വീടരുന്നതിനു മുൻപേ കൊഴിയുന്നു നീ മെല്ലെ, വീട ചൊല്ലിടും മുൻപേ വിധി കൊണ്ടുപോയ മണികണ്ഠനും കൂട്ടരുവാ നിന്റെ ചേട്ടന്മാര്. അവർക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഹലോ, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഘോഷ് കണ്ണംകുളങ്ങര എന്റെ ഒരു ശിഷ്യനാ. Confucian now hath made his masterpiece. More sacrilegious murdered has broke up the Lord's anointed temple and stores thence the life of the building. ഒന്നും മനസ്സിലായില്ല അല്ലേ? വെരി ഗുഡ്. ഒന്നും മനസ്സിലാവരുത്, ആർക്കും ഒന്നും മനസ്സിലാവരുത്, ഒരു സംശയവും തോന്നരുത്. അതാണ് നമ്മുടെ ജോലിയുടെ രഹസ്യാന്വേഷണത്തിന്റെ മുഖമുദ്ര. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഗൾഫിൽ താമസിക്കുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാർ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് തെളിവ് സഹിതം നിങ്ങൾ ഹാജരാക്കണം. അവർ എവിടെ പോകുന്നു,
ആരുമായി ചാറ്റിംഗ് നടത്തുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അത് നിങ്ങൾ അന്വേഷിച്ച് തെളിവുകളടക്കം ഹാജരാക്കണം. കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ ആ ഫ്ലെക്സിന്റെ ആ ശോഭ ഉണ്ടല്ലോ ലവണതലം മനസ്സിലായോ? സാറിന്റെ ബുദ്ധി അപാരം തന്നെ. ആ, സാർ സാറിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാൻ. പഠിക്കാനല്ല പഠിപ്പിക്കാനുണ്ട്. നിന്നെ ഞാൻ പലതും പഠിപ്പിച്ചവരാടാം. വണ്ടിയിലോട്ട് കയറ്, വണ്ടി എടുക്കടാ. സർ സർ പോലീസുകാർക്കൊന്നും അത് വിലയില്ല അല്ലേ? ആ ലോക്കർ ഗ്യാസ് കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഗോൾഡും പണവുമായി അവർ ആ വഴി ഇന്നലെ ആ വണ്ടി ചെക്ക് ചെയ്യാതെ വിട്ടത് മണ്ടത്തരായിപ്പോയി. ഉണ്ടാടാ ഇടിച്ചതിന്റെ കൂമ്പിയാൻ പാട്ടും പോലീസാണെന്നൊന്നും ഞാൻ നോക്കൂല. സാറിന്റെ തൊപ്പിയെ ധരിക്കാൻ പോണത്. ഇന്നലത്തെ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു. പറഞ്ഞു അല്ലേ? ഇന്നലെ ബാങ്കിന് താഴെ ഡ്യൂട്ടിയിൽ ജോർജ് ഉണ്ടായിരുന്നല്ലേ? സാർ, എനിക്ക് കൂടുതലായി ഒന്നും കേൾക്കണ്ട. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കണം. സാറിന്റെ മക്കളുടെ പേരെന്തുവാ? വിമൽ, അമൽ. നല്ല പേര്. അവരുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ അപ്പച്ചനാണെന്ന്? താൻ വാക്കുകളുടെ അതിര് വിടുന്നു. ഒരു മേലുദ്യോഗസ്ഥനോടാണ് സംസാരിക്കുന്നുള്ള കാര്യം ഓർമ്മ വേണം. അത് ഈ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ്. ഇപ്പോഴേ ഞാൻ ഇദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനല്ല, വെറും ഒരു പൗരൻ മാത്രമാണ്. പൗരൻ. ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് പോലീസിന്റെ കടമ, അല്ലാതെ ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. വീണ്ടും കാണാം. പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. നിങ്ങൾ ഈ പോലീസുകാർക്ക് പിന്നെ വേറെന്താ പണി? 27 നടന്ന ബാങ്ക് കൊള്ള, അത് നടക്കുമ്പോൾ ബാങ്കിന് മുന്നിൽ പോലീസ് പെട്രോളിംഗ് ഉണ്ടായിരുന്നു പോലും. എന്നിട്ട് ആരും ഒന്നും അറിഞ്ഞൂല, കേട്ടതുമില്ല. സർ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ്.വി. ജോർജിനെ സസ്പെൻഡ്